ഓശാന ഈശനു സതതം. ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര, മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഓശാന ദാവീദാത്മജ ഓശാന. ഓശാന ഓശാന ദാവീദാത്മജ ഓശാന. സർവവിശുദ്ധരും ഒന്നു ചേർന്ന് ഞങ്ങളും പാടുന്നു ഹല്ലേലൂയ. സകല കടങ്ങളും പോക്കിടുന്ന സകലേശനെ ഞങ്ങൾ വാഴ്ത്തിടുന്നേ. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ. സഭ തന്നോട് സുതരോപ്പം തിരുസവിധേ ഞങ്ങൾ കുമ്പിടുന്നേ. തിരുനീടമാംസം തന്നവനേ, തിരുഹിതത്തോടെ ആരാധിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ അമർത്യനേ നീ പരിശുദ്ധൻ. ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷ്മമായി വീക്ഷിച്ചതും സ്പർശിച്ച് അനുഭവിച്ചതുമായ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതേ ഈശോയെ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായി അവിടുന്ന് കാലാകാലങ്ങളിൽ അങ്ങയുടെ പ്രിയപ്പെട്ടവരെ അയച്ചു. തിരുസഭയിലൂടെ അങ്ങയുടെ മഹത്വം വീണ്ടും ഈ ഭൂമിയിലേക്ക് അയക്കാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കുന്നു. ഓ ഈശോയെ, ഈ അനുഗ്രഹീതമായ ദിവസം സകല നന്മകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധമായ സഭയോട് ചേർന്ന് സകല വിശുദ്ധരോടും കാവൽ മാലാഖമാരോടും തിരുസഭയുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തോടും ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാകുന്ന നാനാജാതി മതസ്ഥരോടും എല്ലാ ദൈവമക്കളോടും ചേർന്ന് ഞങ്ങൾ
അങ്ങയെ ആരാധിക്കുന്നു ഈശോയെ. പരിശുദ്ധമായ സഭയോട് ചേർന്ന് ഈ അനുഗ്രഹീതമായ ദിവസം ഓ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നായകനും ഭരണകർത്താവുമായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങയ്ക്ക് എന്നും എക്കാലത്തും മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഓ ബലവാനായ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കേണമേ. ഓ ദൈവമേ, നീ പരിശുദ്ധനാണല്ലോ. നീ പരിശുദ്ധനാകുന്നു. ഓ ദൈവമേ, നീ ബലവാനാണല്ലോ. നീ ബലവാനാകുന്നു. ഓ ദൈവമേ, നീ അമർത്യനാണല്ലോ. നീ അമർത്യനാകുന്നു. ഓ മരണമില്ലാത്തവനാണല്ലോ നീ. അങ്ങ് മരണമില്ലാത്തവനാകുന്നു. യോ ഇന്നും ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നവനാണല്ലോ അവിടുന്ന്. ഓ തിരുസഭയുടെ നാഥനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ സഭയോട് ചേർന്ന് ആരാധിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകൾ അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളോട് ചേർത്ത് ആരാധിക്കുന്നു. പരിശുദ്ധ ലിയോ പാപ്പായോട് ചേർന്ന് ആരാധിക്കുന്നു. മെത്രാൻ സംഘത്തോട് ചേർന്ന് ആരാധിക്കുന്നു. 10,000 വൈദികരോട് ചേർന്ന് ആരാധിക്കുന്നു. സന്യസ്തരോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ക്ലോയിസ്റ്റേഡ് കോൺവെന്റുകളിൽ അങ്ങേ ആരാധിക്കുന്നവരോട് കൂട്ടുചേർന്ന് ആരാധിക്കുന്നു. ഓ ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഓ മരുഭൂമിയിൽ അങ്ങയുടെ നാമത്തെ പ്രകീർത്തിക്കുന്നവരോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു. ഓ മുറികളിൽ വിശ്രമിച്ചുകൊണ്ട് അങ്ങയെ ആരാധിക്കുന്നവരോട് ചേർന്ന് ആരാധിക്കുന്നു. കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. മഹത്വത്തിന്റെ കർത്താവിനെ ആരാധിക്കുന്നു. ആരാധിച്ചു വണങ്ങുന്നു കർത്താവേ. ഓ നിന്റെ ശക്തി ഞങ്ങൾക്കായി വെളിപ്പെടുത്തണമേ. തിരുസഭയിൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഓ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധമായ സഭയെ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് തിരുസഭാ തനയരായ നാം എല്ലാം പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്ന്. പരിശുദ്ധമായ സഭയെ ഒട്ടേറെ കുറവുകൾ അവൾക്കുണ്ട് എങ്കിലും അവൾ ഈശോയുടെ രക്തത്തിൻ്റെ വിലയാണ്. ഈശോ പരിശുദ്ധമായ സഭയിലൂടെ ഉദാശകളിലൂടെ ഇന്നും ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കുന്നു. ഒരു വിശ്വാസി, ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നാൽ നിത്യതയിലേക്ക് മടങ്ങും വരെ ആ കുഞ്ഞിനെ അനുധാവനം ചെയ്യുന്ന ഉദാശകൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന പരിശുദ്ധമായ സഭയാണ് ആ കുഞ്ഞിന് കൂട്ടായി ഉള്ളത്. സ്നേഹത്തോടെ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സഭയെ ഈ നാളുകളിൽ ഒരിക്കൽ കൂടി അങ്ങയുടെ പുതിയ ചൈതന്യം കൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
അപ്പസ്തോല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ചർച്ച് മസ്റ്റ് ബി ഇലക്ട്രിഫൈഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മ ശക്തി ആദിമ നൂറ്റാണ്ടിൽ എന്നതുപോലെ ഈ നാളുകളിലും പ്രകടമാകാൻ ഒട്ടേറെ കുറവുകളുള്ള, ഒട്ടേറെ പരിമിതികളുള്ള, ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന പരിശുദ്ധമായ സഭയ്ക്ക് വേണ്ടി സഭാതനയരായ നാം എല്ലാം കരങ്ങൾ കോർത്ത്, ആത്മനാ കരങ്ങൾ കോർത്ത് ഹൃദയത്തിൻ്റെ ഐക്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതേ, ഈശോ വിശുദ്ധരോടാണ് ആത്മനാ ഞങ്ങൾ കരങ്ങൾ കോർക്കുന്നത്. ആത്മനാ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒട്ടേറെ രക്തസാക്ഷികളുണ്ട്, ഒട്ടേറെ വേദനിച്ചിട്ടുള്ളവരുണ്ട്. ഇപ്പോഴും ലോകത്തിൻ്റെ വിവിധങ്ങളായ കോണുകളിലായി സുവിശേഷ ശുശ്രൂഷയ്ക്ക് എതിര് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, ഇവിടെയെല്ലാം വർക്ക് ചെയ്യുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മിഷണറിമാരെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. ഭവനം വിട്ടിറങ്ങിയതിന് ശേഷം ഒരിക്കലും ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ അവസരമുണ്ടാകാത്തവർ, വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കിടന്ന് മരിക്കേണ്ടി വന്നിട്ടുള്ളവർ, എല്ലാ രക്തസാക്ഷികളുടെ നിലത്തോട് ചേർത്ത് പരിശുദ്ധമായ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് അങ്ങയുടെ രക്തത്തിൻ്റെ വിലയാണെന്ന് ഈശോയെ നീ ഓർക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയുടെ മേൽ അങ്ങയുടെ കരുണയുടെ കരം ഒരിക്കൽ കൂടി അയക്കണമേ. സഭയിലൂടെയാണ് അവിടുന്ന് പിന്തുടരുന്നത് അങ്ങയുടെ ശുശ്രൂഷ എന്ന് ഒരിക്കൽ കൂടി അവിടുന്ന് ഓർക്കണമേ. അവിടുത്തെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവു കണക്കെ തിരുസഭ നിൽപ്പൂ, കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യ നിണത്താ നേടിയ സഭയെ കൈവെടിയല്ലേ. സ്നേഹത്തോടെ ഇരു കരങ്ങളും കർത്താവിലേക്ക് നമുക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി സഭാതനയരായി നമുക്ക് പ്രാർത്ഥിക്കണം. അതെ, നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന ഓരോ മകനെയും മകളെയും അതിനു വേണ്ടി കൂടിയാണ് ഈശോ കൂട്ടിച്ചേർത്തത്. നാം പ്രാർത്ഥിക്കണം. നമ്മെപ്പോലെ എത്രയെത്ര മനുഷ്യരാണ് ഭവനം വിട്ടിറങ്ങി ദൂരദേശങ്ങളിൽ യേശുവിനെ കൊടുക്കാൻ പോയിട്ടുള്ളത്. ഒട്ടേറെ സാമൂഹികമായ ശുശ്രൂഷകൾ ചെയ്യുന്നത്, തകർന്നടിഞ്ഞ ജീവിതങ്ങൾക്ക് വെളിച്ചം കൊടുക്കുന്നത്. അതെ, ഒരിക്കലും പ്രത്യാശയില്ലാത്തവരുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ അഞ്ജനം പൂശാൻ കടന്നുപോയിരിക്കുന്ന മിഷണറിമാരെ ഓർക്കുക. ഓ കർത്താവേ, സ്നേഹത്തോടെ എല്ലാ സഭാതനയരെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഭയെ മാറ്റി നിർത്തരുതേ, ദൈവജനത്തെ ഉപേക്ഷിക്കരുതേ. അവിടുത്തെ പ്രിയപ്പെട്ടവരുടെ നിലവിളിയും പ്രാർത്ഥനയും അവിടുന്ന് കേൾക്കണമേ. കരുണയുടെ കരം ഒരിക്കൽ കൂടി അവിടുന്ന് നീട്ടണമേ. അങ്ങയുടെ കരം ഒരിക്കലും അവിടുന്ന് പിൻവലിക്കരുതേ. ഞങ്ങളെ ഒരിക്കലും ശിക്ഷിക്കരുതേ. ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കണമേ. അങ്ങയുടെ കരം ഒരിക്കൽ കൂടി സഭാതനയുടെ മേൽ അവിടുന്ന് ഉയർത്തണമേ. സ്നേഹത്തോടെ ഈശോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവു കണക്കെ തിരുസഭ നിൽപ്പൂ, കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യ നിണത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. അമ്മയായ സഭയെ സ്നേഹിക്കാം വിശ്വാസികളാം നാം എല്ലാരും. നമുക്കു വേണ്ടി ജീവിക്കാതെ നമ്മൾക്കായി ജീവൻ തന്ന ഈശോയ്ക്കായി ജീവിച്ചിടാം.
നിന്റെ തിരുസഭയാകും നൗക തുഴഞ്ഞ് മറുകര സഹോദരങ്ങളെ, ഡാനിയൽ ഫാസ്റ്റിൻ്റെ 11ാമത്തെ ദിവസത്തിലാണ് നാം ഇന്ന്. എനിക്കറിയാം, ചിലരെങ്കിലും പ്രത്യേകിച്ചും പ്രായാധിക്യത്തിൽ കഴിയുന്ന മനുഷ്യർ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുമ്പോൾ 21 ആവർത്തി മുട്ടുകുത്തി എഴുന്നേറ്റ് കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ നമ്മുടെ തല കറങ്ങും. നമുക്ക് മുഴുവൻ പൂർത്തിയാക്കാൻ കഴിയണമെന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ചെയ്യാനുള്ള ഒരു മനസ്സാണ്. നമ്മുടെ മനസ്സാണ് കർത്താവ് കാണുന്നത്, അല്ലേ? നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചു, എന്തെല്ലാം ഒഴിവാക്കി എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. ആ ഒരു മനസ്സുണ്ടോ, അതിനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. നമുക്ക് ഈ ദിവസത്തിലേക്ക് വരാം. നമ്മുടെ ഉള്ളിലെ ഒരു പ്രാർത്ഥന ഇതായിരിക്കണം: കർത്താവെ, സത്യവിശ്വാസം യഥാവിധം പഠിപ്പിക്കാൻ ഞങ്ങളുടെ വൈദിക മേലധ്യക്ഷന്മാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നേതൃത്വ നിരകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരു കൊച്ചു വചനഭാഗം മാത്രം നമുക്ക് ധ്യാനിക്കാം. നിങ്ങളിൽ ചിലരെങ്കിലും പുറം നാടുകളിൽ, പ്രത്യേകിച്ചും പാലസ്തീനായിൽ വിശുദ്ധ നഗരിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. അവിടെ കാണുമ്പോൾ, ഈ ഹോളി ലാൻഡിൽ പോകുമ്പോൾ പലർക്കും പലതാണ് ഇഷ്ടപ്പെട്ട വിഷയം. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ് ഈശോ ജെറുസലേമിനെ നോക്കിക്കൊണ്ട് കരയുന്ന ഒരു ഭാഗമുണ്ട്. ആ കരയുന്ന ഒരു സ്ഥലത്ത് ഈശോയുടെ കണ്ണുനീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൊച്ചു ചാപ്പൽ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ തകർച്ച എന്ന് പറഞ്ഞാൽ സഭയാണത്, തകർച്ച ഈശോ കണ്ടിട്ട് കണ്ണുനീരൊഴുക്കുന്നതാണ് ആ ഭാഗം. ആ വചനം നിങ്ങളൊന്ന് കേൾക്കുക. ഓ ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസ്മരിച്ചു. എന്തൊരു വേദനാജനകവും ശക്തവുമായ വചനമാണ്. ഓ ജെറുസലേം, ജെറുസലേം, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ കാത്തുകൊള്ളുന്നത് പോലെ കാത്തുകൊള്ളാൻ എത്രയോ കാലം ഞാൻ ശ്രമിച്ചു, എത്രയോ പ്രവാചകരെ ഞാൻ പറഞ്ഞയച്ചു, പക്ഷേ അവരെ ഒന്നും നിങ്ങൾ ചെവിക്കൊണ്ടില്ല. സഹോദരങ്ങളെ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ സഭ അമ്മയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അമ്മയ്ക്ക് വൈകൃതങ്ങളുണ്ടാകാം, അമ്മയ്ക്ക് കുറവുകളുണ്ടാകാം, അമ്മയ്ക്ക് ഒരുപാട് ചാബല്യങ്ങളുണ്ടാകാം, പക്ഷേ നമ്മൾ അപ്പോഴും അമ്മയായി തന്നെയാണ് സ്വീകരിക്കുന്നത്. നമ്മൾ ഓർക്കണം, നമ്മുടെ വീട്ടിലെ അമ്മയെപ്പോലും എങ്ങനെയാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അമ്മയാണ് അന്വേഷിക്കുന്നത്. കൊച്ചു പിള്ളേർ പ്രത്യേകിച്ചും, അമ്മേ ചെരുപ്പ് എവിടെയാണ്, അമ്മേ ഭക്ഷണം എവിടെയാണ്, അമ്മേ ടൈ എവിടെയാണ്, അമ്മേ അതെവിടെയാണ്. അപ്പനെ ഒറ്റ കാര്യത്തിനെ അന്വേഷിക്കുകയുള്ളൂ. അപ്പനെ കണ്ടാൽ അപ്പാ അമ്മ എവിടെയാണ്. അപ്പം എപ്പോഴും അമ്മയാണ്. തിരുസഭ അമ്മയാണ്, അമ്മയാണ്. നമ്മൾ ഓർക്കണം, ദൈവികമായൊരു സംവിധാനം മനുഷ്യരുടെ കരങ്ങളിലൂടെ നടക്കപ്പെടുന്നതാണ് സഭ. നിങ്ങൾക്ക് കുറവില്ലേ? നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കുറവില്ലേ? എങ്കിൽ അതിലേക്ക്, ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെടുന്ന എല്ലാവർക്കും ഉണ്ട് ചാബല്യം, എല്ലാവർക്കുമുണ്ട് കുറവ്. അവരുടെ വേഷഭൂഷാദികൾ മാറുമെങ്കിലും, അവരുടെ ഭാഷാശൈലി മാറുമെങ്കിലും അവർ മനുഷ്യരാണ്. അവരിലൊരുപാട് കുറവുകളുണ്ട്. അപ്പം അതുകൊണ്ട് സഭാതനയരായ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. എവിടെ ആര് വേദനിക്കുമ്പോഴും നമ്മുടെ ഹൃദയം കത്തി അമരണം. എവിടെ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ കാണുന്നു, വാർത്തകൾ കേൾക്കുന്നു, ഹൃദയം കത്തി അമരണം. ബോധമില്ലാത്ത, ജ്ഞാനമില്ലാത്ത ഏതെങ്കിലും അധികാരികളോ പ്രിയപ്പെട്ടവരോ എവിടെ വിശുദ്ധമായ കാര്യത്തെ അശുദ്ധമായ കാര്യത്തിന് വേണ്ടി വഴിമാറ്റി എന്ന് നമ്മൾ കണ്ടോ, നമ്മുടെ ഹൃദയം കത്തിയാൻ വരണം. കാരണം അവൾ അമ്മയാണ്, അവൾ അമ്മയാണ്. അമ്മയ്ക്ക് ഏതെങ്കിലും നാശകരമായി ഒന്ന് സംഭവിക്കുന്നത് ചങ്കുള്ള, ഹൃദയമുള്ള ഒരു മകനും മകൾക്കും ഇഷ്ടപ്പെടില്ല. ദൈവമേ, ഈ അനുഗ്രഹീതമായ ദിവസം പരിശുദ്ധമായ സഭയോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനുവദിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പറയാം. നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ, ഇപ്പോൾ ചർച്ചിന്
ഒരു വിൻ്റർ സീസണാണ്, ഒരു ശീതകാലം. പക്ഷേ ശീതകാലത്താണ് അനേകം വിശുദ്ധർ എല്ലാ കാലത്തും ഉയർന്നിട്ടുള്ളത്. കാതു കൂർപ്പിച്ചാൽ നിങ്ങൾക്ക് വിശുദ്ധരുടെ കാലൊച്ച കേൾക്കാം. കേരള സഭയിലും ലോകത്തിലൊട്ടേറെ സഭകളിൽ ഉദയം ചെയ്യുന്നത് ഈ നാളുകളിലാണ്. കാരണം ഒരു ലോകം വളരെ മോശപ്പെട്ട വിധത്തിലേക്ക് വഴിമാറുമ്പോൾ ഇപ്പുറത്ത് ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് പുഴക്കെതിരെ നീന്താൻ മനസ്സുള്ള, കർത്താവിനൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യർ വളരെ ധീരോത്തരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പാപം ചെയ്യുന്നതിന് യാതൊരു ധീരതയും വേണ്ട, ഏത് മനുഷ്യനും ചെയ്യാം. പുഴയ്ക്കൊപ്പം നീന്താൻ ഒരു ധീരതയും വേണ്ട, ആ വെള്ളം നിങ്ങളെ കൊണ്ടുപൊക്കോളും. പക്ഷേ എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ എതിരെ കർത്താവിൻ്റെ കൈകളിലേക്ക് നീന്താൻ, സഭയെ ചേർത്ത് പിടിക്കാൻ ധീരത വേണം. ആ ധീരതയിലേക്ക് പവിത്രാത്മാവ് നിങ്ങളെ ക്ഷണിക്കുന്നു. സ്നേഹത്തോടെ കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്, ആശുപത്രിയിലായിരുന്ന ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നവരുണ്ട്. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ വേദനയും കണ്ണുനീരും കൂടി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊപ്പം സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി സമർപ്പിക്കുക. വിവിധങ്ങളായ രാജ്യങ്ങളിലും ദേശങ്ങളിലുമായി ശുശ്രൂഷ ചെയ്യുന്ന 10,000-കണക്കിന് മിഷണറിമാരെ, ആരെല്ലാം യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കണം. ഏതെങ്കിലും മിനിസ്ട്രികളും പ്രാർത്ഥനാ സമൂഹങ്ങളും നിർത്തിക്കളഞ്ഞിരിക്കുന്ന ഒരു ലീഡറാണോ നീ? ഈ അനുഗ്രഹീതമായ ദിവസം ഒരിക്കൽ കൂടി തളർന്നു കിടക്കുന്നതിൻ്റെ അവസ്ഥയിൽ നിന്ന് നീ എഴുന്നേൽക്കണം. ഈശോയ്ക്ക് നിന്നിലൂടെ ചെയ്യാൻ കഴിയുന്നത് ഒരുപക്ഷെ വേറൊരാളിലൂടെ ചെയ്യാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ചെയ്യണം. ഒന്നുമില്ല, നീ ഒന്നുമില്ലാത്തവനാണ് എന്ന് മറ്റുള്ളവർ പറയുന്ന നേരത്തും ധീരോത്തരമായി കർത്താവ് നിന്റെ ഉള്ളിൽ കത്തിച്ചു തന്നിരിക്കുന്ന തിരുനാളത്തെ പ്രപഞ്ചത്തിൻ്റെ ശക്തികൾ കൊണ്ട് ഊതിക്കെടുത്താൻ നീ ഒരിക്കലും അനുവദിക്കരുത്. കാരണം സഭ നിന്റെ അമ്മയാണ്. ഓ അമ്മയായ സഭയോട് ചേർന്ന്, ഈശോയുടെ രക്തത്തിൻ്റെ വിലയായ സഭയോട് ചേർന്ന്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയോട് ചേർന്ന്, സകല സുഹൃതങ്ങൾ കൊണ്ടും സമ്പന്നമായ സഭയോട് ചേർന്ന്, നൂറ്റാണ്ടുകളുടെ വിശുദ്ധരോടും രക്തസാക്ഷികളോടും കൂട്ടുചേർന്ന്, ഓ ഈശോ, ഈ അനുഗ്രഹീതമായ ദിവസം തിരുസഭയെ അങ്ങയുടെ മുമ്പിലേക്ക് ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ, കരുണാനിധി, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. നിന്റെ ജനത്തിനു വേണ്ടി, തിരുസഭയ്ക്കും വേണ്ടി കരമുയർത്താം, നിലവിളിക്കാം. ശൂന്യമായി കിടക്കും നിന്നാലയത്തെ കടാക്ഷിക്കേണമേ. നിന്നെ പരിത്യജിക്കും നിന്റെ മക്കൾക്കു വേണ്ടി ഉപവസിക്കാം, കാത്തിരിക്കാം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കണ്ണീരെനിക്കു തരൂ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി.
സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന 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 നാഥ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അളവറ്റ കരുണ ചൊരിയുന്ന പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.